അപ്പോൾ മക്കളെ നീറ്റ് 2024 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ജനറ്റിക് ഫസ്റ്റിലെ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്ന ഏരിയ എന്നാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ എ പ്ലാന്റ് ബ്ലാക്ക് സീഡ് കളർ ഈസ് ഡോമിനന്റ് ഓവർ വൈറ്റ് സീഡ് കളർ. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ ജീനോടൈപ്പ് ഓഫ് ദ ബ്ലാക്ക് സീഡ് പ്ലാന്റ് വിത്ത് വിച്ച് ഓഫ് ഫോളോയിങ് ജീനോടൈപ്പ് വിൽ യു ക്രോസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന കാര്യം വെച്ചാൽ ഈ ബ്ലാക്ക് സീഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് സീഡ് എന്ന് പറയുന്നത് എന്താടാ ഡോമിനന്റ് ക്യാരക്ടറാണ്. ഡോമിനന്റ് ക്യാരക്ടറാണ്. വൈറ്റ് സീഡ് എന്ന് പറയുന്നത് റെസിസീവ് ക്യാരക്ടറാണ്. റെസിസീവ് ക്യാരക്ടറാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ബ്ലാക്ക് സീഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് സീഡ് നിങ്ങളെ കയ്യിൽ തരികയാണ്. ഈ ബ്ലാക്ക് സീഡിന്റെ ജീനോടൈപ്പ് പറയാൻ പറഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷനേ കിട്ടുള്ളൂ. ഏതാണ്? ഒന്നുകിൽ അത് ക്യാപിറ്റൽ ബി ആവാം, അല്ലെങ്കിൽ അത് എന്താവാം ക്യാപിറ്റൽ ബി സ്മോൾ ബി ആവാം. ഓക്കെ, നമുക്ക് ഏതാണെന്ന് അറിയില്ല. അങ്ങനെ ഏതാണ് അതിന്റെ ജീനോടൈപ്പ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്രോസ് ഉണ്ട്. ആ ക്രോസിന്റെ പേരാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയും. ടെസ്റ്റ് ക്രോസ്. അപ്പോൾ ടെസ്റ്റ് ക്രോസിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ F1 പ്രോജനി ഇൻറ്റു അതിന്റെ റെസിസീവ് പാരന്റിനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് ചെയ്യും. റെസിസീവ് പാരന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ആരുടെ ജീനോടൈപ്പ് ആണ് അറിയേണ്ടത്? നമുക്ക് ബ്ലാക്ക് സീഡിന്റെ ജീനോടൈപ്പ് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാപിറ്റൽ ബി സ്മോൾ ബി ഇൻറ്റു സ്മോൾ ബി ഇങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യുക? ക്രോസ് എടുക്കുക. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് സീഡ് നമ്മൾ ഉദ്ദേശിച്ച ഇവിടുത്തെ ഈ ക്യാപിറ്റൽ ബി സ്മോൾ ഉദ്ദേശിച്ച ബ്ലാക്ക് സീഡ് ആണ്. ഈ ബ്ലാക്ക് സീഡിന്റെ ജീനോടൈപ്പ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ റെസിസീവ് പാരന്റുമായിട്ട് എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ഈ ക്രോസിനാണ് എന്താ പറയാ? ടെസ്റ്റ് ക്രോസ് എന്ന് പറയാം. ടെസ്റ്റ് ക്രോസ്. അപ്പൊ ഏത് ആൻസർ വരാം? ഫസ്റ്റ് ഓപ്ഷൻ ആണ് വരാ? അല്ല. തേർഡ് ഓപ്ഷൻ ആണ് വരാ? അല്ല. ഫോർത്ത് ഓപ്ഷൻ ആണ് വരാ? അല്ല. ഏതാ ഓപ്ഷൻ വരാ? സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ. ഓക്കെ.